നാട്ടിക ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേന 4,75,000 രൂപ ചിലവഴിച്ച് പണി പൂർത്തീകരിച്ച 5-ാം വാർഡിലെ കോട്ടൺ മിൽ റോഡ് ബൈലൈൻ ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, CK സുഹാസ്, ലിനിത എന്നിവർ സംസാരിച്ചു. ചെയ്തിട്ട് മനോഹരമായിട്ട് ഒരു ചിത്രങ്ങളൊക്കെ കൊടുത്ത് മനോഹര കാഴ്ച ഒരുക്കാൻ പറ്റും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ഓണക്ക് എന്താണ് ഉദ്ദേശിച്ച റോഡ് പണിയാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. അത് ചാനലിൽ കിട്ടട്ടെ. യഥേഷ്ടി അല്ലെ, നല്ല ചിത്രങ്ങളൊക്കെ വരക്കാനായിട്ട് വലിയ ക്യാൻവാസ് പോലെ കിടക്കുക. അപ്പൊ നമ്മുടെ പരിപാടി ഇപ്പം NC സോജൻ വെള്ളിമട നേടിയപ്പോൾ സുരേഷനോട് പറയുകയും ചെയ്തു. നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ റോഡ് ഒന്ന് ശരിയാക്കിയിട്ട് ആ കുട്ടി നാട്ടിലെത്തുന്നതിന് മുമ്പ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ തിരക്ക് കൂട്ടിയിട്ട് അത് ചെയ്യും. ഒരു 11ഓളം റോഡ് നമ്മുടെ പഞ്ചായത്തിൻ്റെ മൊത്തം സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും വേണ്ടിയാണ്. നല്ല റോഡ്, വെളിച്ചം, വെള്ളം, ഇതൊരു മനുഷ്യൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതിലിപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്നുള്ള രീതിയിൽ അതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്നിടുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ പുതിയ ഭരണസമിതി വന്നപ്പോഴും ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മളത് ഒരു MCF പണിയാനായിട്ട് ശ്മശാനത്തിന് തൊട്ടടുത്ത 4.5 സെന്റ് 5 സെന്റ് സ്ഥലത്ത് തീരുമാനിച്ച് അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു. ചൊവ്വാഴ്ചയോടുകൂടി അതിൻ്റെ പണി തുടങ്ങും. അപ്പോൾ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ റോഡ്, കുടിവെള്ളം, കിയോസ്കുകൾ വെക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. രാമകുളത്തിൻ്റെ നവീകരണം, അതിൽ കൂടുതൽ സജീവമായിട്ട് നിൽക്കണം നമ്മുടെ സുധാസേട്ടൻ. അവിടെ ഒരു കിണർ പണിയുക, അവിടെ മൊത്തം പഞ്ചായത്തിന് കൊടുക്കാനുള്ള വെള്ളം അവിടെ. ആ രീതിയിൽ നമ്മുടെ നാടിന് എന്തൊക്കെയാണ് ആവശ്യം, അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ ആളുകളും, ചില പ്രദേശങ്ങളിൽ നിന്ന് കടുത്ത രാഷ്ട്രീയമാണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ അതല്ല നമുക്ക് ആവശ്യം. നമ്മുടെ നാട്ടിക പഞ്ചായത്ത് എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസം ആർക്കാണുള്ളത് അവരെ ബഹുമാനിക്കുക എന്നുള്ളത്, അവരെ നേട്ടങ്ങളെ ബഹുമാനിക്കുക, അവരെ കഴിവുകളെ